8ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ 4th ചാപ്റ്ററായ മെറ്റൽസ് ലോഹങ്ങൾ എന്ന ചാപ്റ്ററിന്റെ 2ാമത്തെ പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ മെറ്റൽസിന്റെ കുറെ പ്രോപ്പർട്ടീസ് പഠിച്ചായിരുന്നു. മാലിയബിലിറ്റി എന്താണെന്ന്, ഡക്റ്റിലിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റിയെ കുറിച്ച്, സൊനാരിറ്റി, ഇലക്ട്രിക് കണ്ടക്ടിവിറ്റിയെ കുറിച്ചും നമ്മൾ പഠിച്ചായിരുന്നു. ആദ്യത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക. നമുക്കതിന്റെ തുടർച്ച എന്നോണം ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ദ ടേബിൾ ഗിവൺ ബിലോ ഷോസ് ദ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് ആൻഡ് ഡെൻസിറ്റി ഓഫ് സം മെറ്റൽസ്. അനലൈസ് ദ ടേബിൾ. ചില ലോഹങ്ങളുടെ ദ്രവണാങ്കം, തിളനില, സാന്ദ്രത എന്നിവ പട്ടികയിൽ തന്നിരിക്കുന്നു. അത് നോക്കി വിശകലനം ചെയ്യാനാണ്. എന്തൊക്കെ മെറ്റൽസ്? ആദ്യം അയൺ ആണ് തന്നിരിക്കുന്നത്. അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 1538 ഡിഗ്രി സെൽഷ്യസ് ആണ്. ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 2861, ഡെൻസിറ്റി 7.873. അടുത്ത് സിൽവർ തന്നിട്ടുണ്ട്, വെള്ളി. എത്രയാണ്? മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 961, ബോയിലിംഗ് പോയിന്റ് 2162, ഡെൻസിറ്റി എന്ന് പറയുന്നത് 10.500. ഗോൾഡ് 1064, മെൽറ്റിംഗ് പോയിന്റ് 2836, ബോയിലിംഗ് പോയിന്റ്, ഡെൻസിറ്റി എന്ന് പറയുന്നത് 19.281. അടുത്ത ടങ്സ്റ്റന്റെ 3414, മെൽറ്റിംഗ് പോയിന്റ് 5555, ബോയിലിംഗ് പോയിന്റ് 19.254, ഡെൻസിറ്റി. അടുത്ത ടൈറ്റാനിയം 1670, മെൽറ്റിംഗ് പോയിന്റ് 3287, ബോയിലിംഗ് പോയിന്റ് 4508, 4.508, ഡെൻസിറ്റി. അടുത്ത കോപ്പറിൻ്റെത് 1084, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് 2562, ഡെൻസിറ്റി 8.933. പിന്നെ ക്രോമിയം 1907, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 2671, ഡെൻസിറ്റി എന്ന് പറയുന്നത് 7.194 ആണ്. അപ്പോൾ കുറെ മെറ്റൽസ് തന്നിട്ടുണ്ട്. അതിന്റെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഡെൻസിറ്റിയും തന്നിട്ടുണ്ട്. Based on the above discussions, we can now summarize the general physical properties of metals. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലോഹങ്ങളുടെ പൊതുവായ ഭൗതിക ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ കുറെ പഠിച്ചായിരുന്നു. എന്തോന്നാണ്? ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി, ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഉയർന്ന താപചാലകത, ഉയർന്ന വൈദ്യുത ചാലകത. പിന്നെന്തുവാണ്? മാലിയബിലിറ്റി. മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാണ്? മെറ്റൽസിനെ അടിച്ചു പരത്തി തകിടാക്കി മാറ്റാനുള്ള സവിശേഷതയാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ എന്തോന്നാണ്? ഡക്റ്റിലിറ്റി. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? മെറ്റൽസിനെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റുന്ന സവിശേഷതയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഹാർഡ്നെസ് അറിയാലോ, നല്ല കാഠിന്യം ഉണ്ടായിരിക്കും മെറ്റൽസിന്. പിന്നെന്താണ്? സൊനാരിറ്റി. സൊനാരിറ്റി എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? കട്ടിയുള്ള വസ്തു കൊണ്ട് തട്ടുമ്പോഴത്തേക്ക് സൗണ്ട് ഉണ്ടാകുന്നതാണ് സൊനാരിറ്റി. പിന്നെന്തോ ഒന്നുകൂടെ മെറ്റാലിക് ലെക്ചർ, അത് നമ്മൾ പഠിച്ചായിരുന്നു. അതെന്താണ്? മുറിക്കുമ്പോഴത്തേക്ക് പുതിയൊരു പ്രതലം ഉണ്ടാകുന്നതിന് അതിന്റെ തിളക്കം ഉണ്ടായിരിക്കും. ആ ഒരു സവിശേഷതയാണ് മെറ്റാലിക് ലെക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എന്തുവാണ്? മെറ്റൽസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, അടുത്ത് നോക്കുക. മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്, ദ്രവണാങ്കവും തിളനിലയും. സോളിഡ് സബ്സ്റ്റൻസസ് ക്യാൻ ബി മെൽറ്റഡ് ഇൻ ടു ലിക്വിഡ്. ഖരപദാർത്ഥങ്ങളെ നമുക്ക് എന്താ ചെയ്യാൻ? ചൂടാക്കി ദ്രാവകങ്ങളാക്കാം. We know that ice melts to form water, and if this water is heated, it transforms into vapor. നമുക്കറിയാം, ഐസിനെ നമ്മൾ ചൂടാക്കുമ്പോഴത്തേക്ക് അതെന്തായി മാറുന്നു? ജലമായി മാറുന്നു. ഈ ജലം വീണ്ടും ചൂടാക്കി എന്തായി മാറുന്നു? നീരാവിയായി മാറുന്നു. It is thus possible to bring about changes in the states of any solid substance. ഇതിനെന്തോ മനസ്സിലാക്കാം? ഏത് ഖരവസ്തുവിനെയും ഈ രീതിയിൽ അവസ്ഥാ പരിവർത്തനത്തിന് വിധേയമാക്കാൻ കഴിയും. The temperature at which a solid changes into liquid is called its melting point, and that at which a liquid boils and changes into gas is called boiling point. അപ്പോൾ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ആണ് ഇവിടെ പറയുന്നത്. എന്താണ്? ഖരം ദ്രാവകമായി മാറുന്ന താപനിലയെ ദ്രവണാങ്കമെന്നും
ഖരം ദ്രാവകമായി മാറുന്ന ദ്രവണാങ്കമെന്നും ദ്രാവകം തിളച്ച് വാതകമാകുന്ന താപനിലയെ തിളനില എന്നും പറയുന്നു. അപ്പോൾ ഖരം എന്തോന്നായി മാറുന്നത്? ദ്രാവകമായി മാറുന്നത് ദ്രവണാങ്കമെന്നും ദ്രാവകം തിളച്ച് വാതകമായി മാറുന്നതിന് തിളനില എന്നും പറയുന്നു. അപ്പൊ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? സോളിഡ് ചേഞ്ച് ടു ലിക്വിഡ്. സോളിഡ് ലിക്വിഡായി ചേഞ്ച് ചെയ്യുന്നതിന് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നു. ലിക്വിഡ് ബോയിൽസ് ചേഞ്ച് ടു ഗ്യാസ്. ലിക്വിഡ് എന്തായി മാറുന്നത്? ലിക്വിഡ് ഗ്യാസായി മാറുന്നതിനെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നു. മനസ്സിലായോ? സോളിഡ് എന്ന് പറയുന്നത് ലിക്വിഡായി മാറുന്നതിന് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നു. ലിക്വിഡ് ബോയിൽസ് ഗ്യാസ്. ലിക്വിഡ് എന്തായി മാറുന്നത്? ഗ്യാസായി മാറുന്നതിന് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നു. ഓക്കെ, അടുത്തത് നോക്കൂ. റിയാക്ഷൻ വിത്ത് എയർ. അന്തരീക്ഷ വായുവുമായുള്ള പ്രവർത്തനം. കട്ട് എ സ്മാൾ പീസ് ഓഫ് സോഡിയം വിത്ത് എ നൈഫ്. Observe the metallic luster at the newly formed surface. Keep it exposed to air for some time. അതായത് ഒരു കഷ്ണം സോഡിയം കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കും. പുതുതായി രൂപം കൊണ്ട പ്രതലത്തിലെ ലോഹദ്യുതി നിരീക്ഷിക്കാനാണ്. അല്പനേരം ഈ ഭാഗം അന്തരീക്ഷ വായുവിൽ തുറന്നു വയ്ക്കുക. എന്ത് സംഭവിക്കും? വാട്ട് ഹാപ്പൻഡ് ടു ദ സർഫസ്? വാട്ട് വുഡ് ബി ദ റീസൺ? എന്താണ് പ്രതലത്തിന് എന്ത് സംഭവിക്കും? അത് കുറച്ചു നേരം അങ്ങനെ ഇരിക്കും. അത് കഴിയുമ്പോഴത്തേക്ക് ആ കളർ മങ്ങും. എന്താണ് കാരണം? അത് അന്തരീക്ഷ വായുവുമായി റിയാക്ട് ചെയ്യുന്നതാണ്. ടേക്ക് എ അലുമിനിയം വയർ ആൻഡ് റബ് ഇറ്റ് സർഫസ് വിത്ത് എ സാൻഡ് പേപ്പർ. Don't you see a bright metallic luster? Within a few days it gets tarnished. Why does it happen? ഒരു അലുമിനിയം കമ്പി എടുത്ത് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഉരച്ചു നോക്കാനാണ്. നല്ല തിളക്കം കാണുന്നില്ലേ? ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഈ തിളക്കം മങ്ങിപ്പോകാറുണ്ട്. എന്താണ് ഇത് ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ എല്ലാത്തിനും ഒരേ കാരണം തന്നെയാണ് നടക്കുന്നത്. അടുത്തത് നോക്കാം. മെറ്റൽസ് ലൈക്ക് കോപ്പർ, മെഗ്നീഷ്യം എക്സെട്ര ആൾസോ റിയാക്ട് സിമിലർലി വിത്ത് അറ്റ്മോസ്ഫിയറിക് എയർ. ഇതുപോലെ കോപ്പർ, മെഗ്നീഷ്യം തുടങ്ങിയ ലോഹങ്ങൾ അന്തരീക്ഷ വായുവുമായി പ്രവർത്തിക്കുന്നു. When metals come into contact with the atmosphere, they undergo chemical reaction with the different components of air. As a result, the metal loses its luster and gets tarnished. അപ്പോൾ ഈ ഇത്രയും പ്രവർത്തനങ്ങളിൽ ഒരേ കാര്യങ്ങൾ തന്നെയാണ് സംഭവിക്കുന്നത്. എന്താണ്? ലോഹങ്ങൾ അന്തരീക്ഷ വായുവുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. ഇതിന്റെ ഫലമായി ലോഹപ്രതലത്തിന് തിളക്കം നഷ്ടപ്പെടുന്നു. എന്താണെന്ന് മനസ്സിലായോ? പ്രതലത്തിന് അതിന്റെ തിളക്കം നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അന്തരീക്ഷ വായുവുമായി സമ്പർക്കത്തിൽ വരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. നോക്ക്. റിയാക്ഷൻ വിത്ത് അറ്റ്മോസ്ഫിയർ. വെൻ മെറ്റൽസ് കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് ദ അറ്റ്മോസ്ഫിയർ, ദേ റിയാക്ട് വിത്ത് ഗ്യാസസ് പ്രസന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ലൈക്ക് ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ വേപ്പർ. ദിസ് ഈസ് ദ റീസൺ ഫോർ ലോസിങ് ലെസ്ചർ ഓൺ ദ മെറ്റാലിക് സർഫസ് ആൻഡ് ഗെറ്റിംഗ് ട്രാനിഷ്ഡ്. അപ്പോൾ അന്തരീക്ഷ വായുവുമായുള്ള പ്രവർത്തനം എന്താണ്? അന്തരീക്ഷ വായുവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ അന്തരീക്ഷത്തിലെ ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, ജലബാഷ്പം തുടങ്ങിയ വാതകങ്ങളുമായി ലോഹങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും. ഈ പ്രവർത്തനം മൂലമാണ് ലോഹോപരിതലത്തിലെ ആ തിളക്കം നഷ്ടപ്പെട്ട് അത് മങ്ങുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അങ്ങനെയെങ്കിൽ അടുത്ത റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് വാട്ടർ. ലോഹങ്ങളുടെ ജലവുമായുള്ള പ്രവർത്തനം. Take 2 beakers and fill 3/4 of them with a water. Put a small piece of sodium into the first beaker and a piece of copper in the second. Write down your observation. 2 ബീക്കറുകളിൽ 1/4 ഭാഗം വീതം ജലമെടുക്കുക. ആദ്യത്തേതിൽ ഒരു കഷ്ണം സോഡിയം ലോഹവും രണ്ടാമത്തേതിൽ ചെറിയ കഷ്ണം കോപ്പർ ഇടുക. നിങ്ങൾ നിരീക്ഷിച്ചു നോക്കാനാണ്. വിച്ച് ഓഫ് ദീസ് മെറ്റൽസ് റിയാക്റ്റഡ് വിത്ത് വാട്ടർ? ജലവുമായി പ്രവർത്തിച്ച ലോഹമേതാണ്? വിച്ച് ഗ്യാസ് വാസ് ഫോംഡ് ഡ്യൂറിങ് ദ റിയാക്ഷൻ? ഇതിൻ്റെ പ്രവർത്തന ഫലമായി ഉണ്ടായ വാതകം ഏതാണെന്ന് നോക്കുക. അണ്ടർ ഫേവറബിൾ കണ്ടീഷൻ സർട്ടൻ മെറ്റൽസ് റിയാക്ട് വിത്ത് വാട്ടർ ടു ഫോം ഹൈഡ്രജൻ ഗ്യാസ്. ഈ ചില ലോഹങ്ങൾ അനുകൂല സാഹചര്യങ്ങളിൽ ജലവുമായി പ്രവർത്തിച്ച് ഏത് വാതകമാണ് പുറത്തേക്ക് വിടുന്നത്? ഹൈഡ്രജൻ വാതകമാണ് പുറത്തുവിടുന്നത്. പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. വിച്ച് ഗ്യാസ് ഈസ് ഫോംഡ് ഡ്യൂറിങ് ദ റിയാക്ഷൻ? ഹൈഡ്രജൻ. Write down the chemical equation for the reaction between sodium and water. ജലവുമായി പ്രവർത്തിപ്പിച്ച ലോഹം ഏതാണെന്ന് വെച്ച് നോക്ക്. സോഡിയം പ്ലസ് വാട്ടർ എങ്ങനെ വരും? സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ.
2Na plus 2H2 gives 2NaOH plus H2. കണ്ട ഇക്വേഷൻ സോഡിയം വാട്ടറുമായി പ്രവർത്തിച്ച് സോഡിയം ഹൈഡ്രോക്സൈഡും ഉണ്ടാകുന്നുണ്ട്, ഹൈഡ്രജൻ എന്ന വാതകവും ഉണ്ടാകുന്നുണ്ട്. ഇക്വേഷൻ 2Na plus 2H2O gives 2NaOH plus H2. സോഡിയവും ജലവും പ്രവർത്തിച്ച് സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനും ഉണ്ടാകുന്നു. ഇക്വേഷൻ തന്നിട്ടുണ്ട്. The metals potassium and calcium also react with cold water. പൊട്ടാസ്യവും കാൽസ്യവും തണുത്ത ജലവുമായി പ്രവർത്തിക്കുന്നവയാണ്. ഇതുപോലെ തന്നെയാണ് പൊട്ടാസ്യവും കാൽസ്യവും. Okay, certain metals like sodium, potassium, calcium, etc. react with water to form hydrogen. അപ്പോൾ ഏതൊക്കെ സോഡിയവും പൊട്ടാസ്യവും കാൽസ്യം തുടങ്ങിയ ലോഹങ്ങൾ ജലവുമായി പ്രവർത്തിച്ച് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നു? ഹൈഡ്രജനെ ഉൽപ്പാദിപ്പിക്കുന്നു. The equation of reaction of sodium with water is given. Sodium plus water gives sodium hydroxide plus hydrogen. ഓക്കെ, ആ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ക്ലിയർ ആയോ? അപ്പോൾ ആദ്യത്തത് റിയാക്ഷൻ വിത്ത് അറ്റ്മോസ്ഫിയർ, രണ്ടാമത്തത് റിയാക്ഷൻ വിത്ത് വാട്ടർ. ഓക്കെ, ഇനി എന്താണ് അലോയ്സ് എന്നുള്ളത്? ലോഹസങ്കരങ്ങൾ നോക്കാം. ആൻ അലോയ് ഈസ് എ സോളിഡ് സൊല്യൂഷൻ വിച്ച് ഈസ് എ homogeneous mixture of two or more metals. Compared to metals, alloys possess better strength and resistance of corrosion. More than 90% of metals are used in the form of their alloys. Alloys represent a large class of construction materials like superior properties. An alloy of gold and copper is used for making ornaments. The components of some alloys are given below. അതായത് രണ്ടോ അതിലധികമോ ലോഹങ്ങളുടെ ഏകാത്മക ഖരലായനിയാണ് ലോഹസങ്കരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ലോഹസങ്കരങ്ങൾ ഓർ അലോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഹസങ്കരങ്ങൾ രണ്ടോ അതിലധികമോ ലോഹങ്ങളുടെ ഏകാത്മക ഖരലായനിയാണ് ലോഹസങ്കരങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അലോയ്സ് എന്ന് പറഞ്ഞാൽ ആൻ അലോയ്സ് ഈസ് എ സോളിഡ് സൊല്യൂഷൻ വിച്ച് ഓഫ് ദ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് ടു ഓർ മോർ മെറ്റൽസ്. രണ്ടും അതിൽ കൂടുതലുള്ള മെറ്റൽസിൻ്റെ ഏകാത്മക ഖരലായനിയാണ് ലോഹസങ്കരങ്ങൾ എന്ന് പറയുന്നത്. ലോഹങ്ങളെ അപേക്ഷിച്ച് മികച്ച ബലവും ലോഹനാശനത്തെ ചെറുക്കാനുള്ള കഴിവും ഇവയ്ക്കുണ്ട്. 90% ലോഹങ്ങളും സങ്കരങ്ങളായാണ് ഉപയോഗിക്കപ്പെടുന്നത്. മെച്ചപ്പെട്ട സവിശേഷതകളുള്ള വലിയൊരു വിഭാഗം നിർമ്മാണ സാമഗ്രികളെ ലോഹസങ്കരങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നു. സ്വർണത്തിൻ്റെയും കോപ്പറിൻ്റെയും ലോഹസങ്കരമാണ് ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ചില ലോഹസങ്കരങ്ങളുടെ ഘടകങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. നോക്ക്, ബ്രാസ് എന്ന് പറയുന്നത് പിച്ചള, കോപ്പർ സിങ്കും ചേർന്നതാണ് പിച്ചള എന്ന് പറയുന്നത്. ബ്രോൺസ് ഓട് എന്ന് പറയുന്നത് കോപ്പറും ടിന്നും കൂടെ ചേർന്നതാണ്. നിക്കൽ, ക്രോമിയം, അയൺ. അൽനിക്കോ, അയൺ, അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്. ഓക്കെ, സ്മാൾ എമൗണ്ട് ഓഫ് നോൺ മെറ്റൽസ് ലൈക്ക് കാർബൺ, സിലിക്കൺ എക്സെട്ര ആർ ആൾസോ ആഡഡ് ടു സെർട്ടൻ അലോയ്സ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയും. ഏതൊക്കെ? ചില ലോഹസങ്കരങ്ങളുടെ, അതായത് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത് വളരെ ചെറിയ അളവിൽ കാർബണും സിലിക്കൺ പോലുള്ള അലോഹ മൂലകങ്ങൾ ചേർന്നാണ് ഉണ്ടാക്കാറുള്ളത്. ഓക്കെ, നോക്കാം അടുത്തത് റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് ആസിഡ്. ലോഹങ്ങളുടെ ആസിഡുമായുള്ള പ്രവർത്തനം. You have already studied the reaction of zinc with dilute hydrochloric acid. Write down the products formed as a result of the reaction. സിങ്ക് ലോഹവും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായുള്ള പ്രവർത്തനം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. രാസപ്രവർത്തനമായി ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതാനാണ്. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്ക് ക്ലോറൈഡ്, ഹൈഡ്രജൻ. Repeat the experiment adding metals like zinc, aluminum, iron and magnesium in different test tube containing dilute hydrochloric acid. What do you observe? അപ്പോൾ അടുത്ത വിവിധ ടെസ്റ്റ് ട്യൂബുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്ത
എർത്ത്, സിങ്ക്, അലുമിനിയം, അയൺ, മഗ്നീഷ്യം, കോപ്പർ തുടങ്ങിയ ലോഹങ്ങൾ നിക്ഷേപിച്ച് പരീക്ഷണം ആവർത്തിച്ചു നോക്കാം. എന്താണ് കിട്ടുന്നത്? ആസിഡുമായി പ്രവർത്തിച്ച ലോഹങ്ങൾ ഏതൊക്കെയാണെന്ന്, ഏറ്റവും തീവ്രമായി പ്രവർത്തിച്ച ലോഹം ഏതാണെന്ന് ഒക്കെ പ്രവർത്തനത്തിൽ നിന്ന് എഴുതാനാണ്. സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ പ്രവർത്തിക്കുമ്പോൾ സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനും ഉണ്ടാകുന്നു. ആദ്യത്തെ ആൻസർ അതാണ്. സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനും ഉണ്ടാകുന്നു. Zn plus 2 HCl gives ZnCl2 plus H2. ഇനി രണ്ടാമത്തേൽ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ എന്തുവരും? മഗ്നീഷ്യം ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ. അയണും ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ അയൺ ക്ലോറൈഡ് ഹൈഡ്രജൻ. അലുമിനിയം ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ അലുമിനിയം ക്ലോറൈഡും ഹൈഡ്രജനുമാണ് ഉണ്ടാകുന്നത്. ലെമൺ ആൻഡ് മോസ്റ്റ് ഓഫ് ദ ഫ്രൂട്ട്സ് കണ്ടെയ്ൻ ആസിഡ്. ദിസ് ഈസ് വൈ പ്രിഫർ സ്റ്റീൽ നൈഫ്സ് ഈസ് ടു അയൺ knives for cutting this. For this same reason, it is not wise to keep buttermilk in aluminum vessels. ഇതൊക്കെ അതാണ് കാരണം. മോസ്റ്റ് ഓഫ് ദ മെറ്റൽസ് ക്യാൻ റിയാക്ട് വിത്ത് ആസിഡ് ഫോം ഹൈഡ്രജൻ ഗ്യാസ്. ഏറ്റവും കൂടുതൽ മെറ്റൽസ് ആസിഡുമായി റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് ചെയ്യുന്നത്? ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. When metals like aluminum, zinc, magnesium, iron react with acid, hydrogen gas is formed along the salt of the metals. അലുമിനിയം, സിങ്ക്, മഗ്നീഷ്യം, അയൺ മുതലായ ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. ഇതോടൊപ്പം ഒരു ലോഹ ലവണ സംയുക്തവും ഉണ്ടാകുന്നു. നാരങ്ങയിലും മോരിലും ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നാരങ്ങ മുറിക്കാൻ ഇരുമ്പ് കത്തിയേക്കാൾ നല്ലത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കത്തിയാണെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? അലുമിനിയം പാത്രത്തിൽ മോര് സൂക്ഷിക്കാത്തതിൻ്റെയും കാരണം രണ്ടും ഒന്ന് തന്നെയാണ്. എന്താണ്? ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഹൈഡ്രജൻ എന്ന് പറയുന്ന വാതകം ഫോം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളടുത്ത് ഇപ്പം നാരങ്ങ മുറിക്കാൻ വേണ്ടിയിട്ട് ഏത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കത്തിയാണ് നല്ലതെന്ന് പറയുന്നത്. അത് കണക്ക് പാത്രത്തിൽ മോര് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അലുമിനിയം പാത്രത്തിനേക്കാളും നല്ലത് ഈ പോട്ടിലുള്ള പാത്രങ്ങളാണ് എന്ന് പറയുന്നത്. അലുമിനിയം പാത്രത്തിൽ മോര് സൂക്ഷിക്കരുതെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്? മെറ്റൽസായിട്ട് റിയാക്ട് ചെയ്യും. ഓക്കെ. അടുത്ത് നോക്ക്. വേർ ഡു മെറ്റൽസ് കം ഫ്രം? ലോഹങ്ങൾ എവിടെ നിന്ന്? മെറ്റൽസ് ആർ ഐസൊലേറ്റഡ് ഫ്രം നാച്ചുറലി ഒക്കറിങ് മെറ്റീരിയൽസ്. ലോഹങ്ങൾ നിർമ്മിക്കുന്നത് ലോഹാംശം അടങ്ങിയ പ്രകൃതിജന്യ വസ്തുക്കളിൽ നിന്നാണ്. സച്ച് മെറ്റീരിയൽസ് ഫൗണ്ട് ഇൻ ദ എർത്ത് ക്രസ്റ്റ് ആർ നോൺ ആസ് മിനറൽസ്. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ഇത്തരം വസ്തുക്കളെ ധാതുക്കൾ എന്ന് വിളിക്കുന്നു. ഇവയിൽ നിന്നും രാസപ്രക്രിയ വഴിയാണ് ലോഹങ്ങൾ വേർതിരിച്ചെടുക്കുന്നത്. അപ്പം മിനറൽസ് എന്ന് പറയുന്നത് എന്തോന്നാണ്? മെറ്റീരിയൽസ് found in the earth crust are known as minerals. Metals are separated from them chemical process. Chemical process വഴിയാണ് മെറ്റൽസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. സ്വതന്ത്ര രൂപത്തിൽ കാണപ്പെടുന്ന ഒരു ലോഹമാണ് സ്വർണം എന്ന് പറയുന്നത്. സ്വതന്ത്ര രൂപത്തിൽ കാണുന്ന ഒരു ഗോൾഡ് ഈസ് എ മെറ്റൽ വിച്ച് എക്സിസ്റ്റ് ഫ്രീ സ്റ്റേറ്റ്. അലുമിനിയം ഈസ് ദ മോസ്റ്റ് അബാൻഡഡ് മെറ്റൽ ഓൺ ദ എർത്ത് ക്രസ്റ്റ് ഫോളോഡ് ബൈ അയൺ ആൻഡ് കാൽസ്യം. അപ്പോൾ സ്വതന്ത്ര രൂപത്തിൽ കാണപ്പെടുന്ന ഒരു ലോഹം എന്ന് പറയുന്നത് സ്വർണ്ണമാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? അലുമിനിയമാണ്. ഇരുമ്പ്, കാൽസ്യം മുതലായവ അടുത്ത സ്ഥാനങ്ങളിൽ വരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അലുമിനിയം ഈസ് ദ മോസ്റ്റ് അബാൻഡഡ് മെറ്റൽ ഇൻ ദ എർത്ത് ക്രസ്റ്റ്. അത് കഴിഞ്ഞിട്ട് അയണും കാൽസ്യവും വരുന്നുണ്ട്. ഓക്കെ. മെറ്റൽസ് ഇൻ ഹ്യൂമൻ ബോഡി ടു. ലോഹങ്ങൾ മനുഷ്യ ശരീരത്തിലും. ദോ നീഡഡ് ഓൺലി ഇൻ സ്മാൾ ക്വാണ്ടിറ്റീസ്, the presence of certain metallic minerals is essential for the normal functioning of the human body and the health and nutrition. ചെറിയ അളവിലാണെങ്കിലും ചില ലോഹധാതുക്കളുടെ സാന്നിധ്യം ശാരീരിക പ്രവർത്തനങ്ങൾക്ക്, ആരോഗ്യത്തിനും പോഷണത്തിനും അത്യന്താപേക്ഷിതമാണ്. ഹീമോഗ്ലോബിൻ, the compound which give red color to blood, contain iron. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന ഹീമോഗ്ലോബിനിൽ എന്തടങ്ങിയിരിക്കുന്നു? ഇരുമ്പ് അടങ്ങിയിരിക്കുന്നു. എന്തടങ്ങിയിരിക്കുന്നു? ഇരുമ്പ് എന്ന് പറയുന്ന മെറ്റൽ അടങ്ങിയിരിക്കുന്നു. കാൽസ്യം ഈസ് എസെൻഷ്യൽ ഫോർ ദ ഗ്രോത്ത് ഓഫ് ടീത്ത് ആൻഡ് ബോൺസ്.
കാൽസ്യം ഗ്രോത്ത് അതിൻ്റെയൊക്കെ ടീത്തിൻ്റെയും ബോൺസിൻ്റെയും ഗ്രോത്തിന് കാൽസ്യം ആവശ്യമാണ്. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് കാൽസ്യം ആവശ്യമാണ്. കോശങ്ങളുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലവണങ്ങൾ ആവശ്യമാണ്. പിന്നെന്താ സാൾട്ട് ആൻഡ് സോഡിയം ആൻഡ് പൊട്ടാസ്യം. Salts of sodium and potassium are essential for the proper functions of cells. Traces of metals like zinc, copper and selenium are essential for maintaining the health of a person. അതുപോലെ തന്നെ വളരെ നേരിയ തോതിലാണെങ്കിലും സിങ്ക്, കോപ്പർ, സെലീനിയം തുടങ്ങിയവ ആരോഗ്യത്തിന് ആവശ്യമായവയാണ്. ഏതൊക്കെ? സിങ്ക്, കോപ്പർ, സെലീനിയം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഹെൽത്തിന് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, മെറ്റൽസ് ആണ്. ഏതൊക്കെ വരുന്നുണ്ട്? ഇരുമ്പ് വരുന്നുണ്ട്, കാൽസ്യം, അയൺ, കാൽസ്യം, സിങ്ക്, കോപ്പർ, സെലീനിയം. ഇതൊക്കെ മനുഷ്യ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള മെറ്റൽസ് ആണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ പ്രയോജനപ്രദമെന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.